Hello friends, welcome back to my channel. This is a cooking world. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. ആർക്കും ഫ്ലോപ്പ് ആവില്ല, ബിഗിനേഴ്സിന് പോലും. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് ബസ്മതി അരിയാണ് കേട്ടോ. ഇത് സ്റ്റിക്കി റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ബസ്മതി അരിനെ നമ്മൾക്ക് ഇതിനെ കഴുകിയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് ശേഷമാണ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ അരച്ചെടുക്കാൻ പോകുന്നുള്ളത്. അതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ഷുഗർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സാധാരണ മുറുക്കുണ്ടാക്കും ഷുഗർ ചേർക്കാറില്ല, ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് വനില എസൻസും ചേർക്കാറില്ല. അപ്പോൾ അതും ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ചേർത്ത് കൊടുക്കാന്ന്. പിന്നെ 1/4 കപ്പ് തേങ്ങയുടെ 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതൊക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് കിട്ടുക. ഇത്രയും പാകത്തിന് ചേർത്ത് കൊടുത്താൽ അപ്പോൾ നമ്മൾക്ക് ഇതിനെ നല്ല പോലെ അരച്ചെടുത്ത് വരാം. ഇതാ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലോണം ലൂസൊന്നും ആയി പോയിട്ടൊന്നുമില്ല, ലൂസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബട്ടറാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നൈസ് പത്തിരിയുടെ പൊടിയാണ്, പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടിയാണ് പത്തിരിപ്പൊടി. അത് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിയും 1 കപ്പ് അരിപ്പൊടിയും, അതാണ് ഇതിൻ്റെ റേഷ്യോ. എന്നിട്ട് ഇതാ നമ്മൾക്ക് ഇതിൻ്റെ ബാറ്റർ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സേവനാഴിയില്ലേ, അതിലോടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. മുറുക്കിൻ്റെ ആച്ചില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനിങ്ങനെ വെറുതെ ഒന്നുമില്ലാതെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇതുപോലെ ചക്ലി ഉണ്ടാക്കിയിട്ടുണ്ട് മുറുക്ക്. എന്നിട്ട് രണ്ടാമതാണ് ഞാൻ വീണ്ടും അതിലേക്ക് അയമോദകം ഇല്ല, അജുവേന്, അത് 1 ടീസ്പൂണും പിന്നെ കറുത്ത എള്ളും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ്, ഇത് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മാവ് ഒട്ടും ആർക്കും പാവത്തൊന്നുമില്ല. ഇങ്ങനെ മാത്രം ചെയ്തെടുത്താൽ മതി. നമ്മൾ മുറിക്കുന്ന ടൈമിൽ മാത്രമേ ഇത് മുറിഞ്ഞു വരുന്നുള്ളൂ. അല്ലാത്ത ഇപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത് ഒട്ടിപ്പോവോ അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോവോ, അങ്ങനെയൊന്നും പോകുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ബട്ടർ പേപ്പറിലാണ് ഞാനിപ്പോൾ ചുറ്റിച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടും ചുറ്റിച്ചെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ പ്ലേറ്റിൽ വെച്ച് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുത്താലും ഇത് എളുപ്പത്തിലായി കിട്ടുന്നുണ്ട്. ഇത് ഞാനൊരു ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതിനെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളുടെ മുറുക്കിൻ്റെ കളർ ഉണ്ടാവില്ലേ, ആ കളറാകുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കറുമുറായിട്ടുള്ള മുറുക്ക്, നല്ല വെറൈറ്റി ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ അടുത്തത് എള്ളൊക്കെ ചേർത്തതിന് ശേഷം ഉള്ളതും പിന്നെ ഇതാ പ്ലേറ്റിലാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് പ്ലേറ്റിലിട്ടാലും നമ്മൾക്കൊന്നും ആവില്ല, കൈ കൊണ്ട് തൊടുമ്പോഴേക്കും കയ്യിലെടുക്കുമ്പോഴേക്കും ഒന്നും വേറെ ആയിട്ടൊന്നും പോവില്ല. അതൊന്നും ആരും വിഷമിക്കണ്ട. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിൽ എളുപ്പത്തിലായിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്താ ഇതിലേക്ക് ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അജുവൈനും 1 ടീസ്പൂണ് എള്ളുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണാണ് അജുവൈന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അയമോദകം. എന്താ അത് എള്ള് ചേർത്തതിന് ശേഷം കാണാനൊരു ഭംഗിയില്ലേ, അപ്പോൾ കഴിക്കാനും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കുക. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ളതല്ലേ, അങ്ങനെ മധുരമൊന്നും തോന്നാനുമില്ല,
ഉപ്പ് രസമായിട്ട് അത് മാത്രമായിട്ടും ഇല്ല, അപ്പോൾ ഒരു എരിവായിട്ടും ഇല്ല. അപ്പോൾ വെറൈറ്റിയാണ്. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. നമ്മളുടെ നാട്ടിൽ ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു മാസമോ അതിലധികമോ നമ്മൾക്ക് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ ഇതൊക്കെ. ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള കാസർഗോഡ് ഈദ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടും ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഒത്തിരി യൂസ്ഫുള്ളാണ്. എളുപ്പത്തിൽ ഇതൊക്കെ തയ്യാറാക്കാനും പറ്റും നമ്മൾക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു കൈ വെച്ചിട്ട് തന്നെ കയ്യിൽ തന്നെ എടുത്താൽ അപ്പം തന്നെ പൊടിയായിട്ട് പോകുന്നുണ്ട്. അത്രയ്ക്കും ക്രിസ്പിയാണ് ഇത്, നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.